വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ പബ്ലിക് എക്സാം. ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി ഓടിയെത്തുക, ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. ഉസൈൻ ബോൾട്ടിന്റെ ഒരു കഥ ഞാൻ പറയുന്നത്. ലോകത്തിൽ 100 മീറ്റർ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ആളാണ്. ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവാണ് ഉസൈൻ ബോൾട്ട്. ഒരു 9.58 സെക്കൻഡ് കൊണ്ടാണ് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓട്ട മത്സരം ഓടിത്തീർത്തത്. ആ 9.58 സെക്കൻഡ് ഉസൈൻ ബോൾട്ട് ഓടിത്തീർക്കാൻ ഉസൈൻ ബോൾട്ട് പരിശീലനത്തിനായി ചെലവഴിച്ചത് ഏകദേശം 20ഓളം വർഷങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാലം പണിയെടുത്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പലർക്കുള്ള ഒരു ചർപ്പാണത്, സാർ ഞാൻ കുറേ ദിവസമായി പഠിക്കുന്നു, എനിക്ക് പല എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ ക്രിസ്മസ് എക്സാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറവായിരിക്കും. ഓണം എക്സാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഓണം എക്സാമിന് മാർക്ക് കുറവായിരിക്കും. പക്ഷേ പബ്ലിക് എക്സാം, മാർച്ച് നടക്കാവുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ ക്രിസ്മസിനും ഓണത്തിനും പഠിച്ച പോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ ഉസൈൻ ബോൾട്ട് 20 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് 20ാമത്തെ കൊല്ലം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയ പോലെ തന്നെ നീണ്ട 6 മാസം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തേക്കാം, നല്ല മാർക്ക്, ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ റിസൾട്ടുകൾ നിങ്ങൾ തളരാതെ വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്, പബ്ലിക് എക്സാം. ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി ഓടിയെത്തുക, ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. സോ ഉസൈൻ ബോൾട്ടിനെ പോലെ തന്നെ ചിട്ടയോടെ കൃത്യമായി സ്ഥിരമായി പരിശീലിക്കുക, എന്നിട്ട് സ്ഥിരമായി പഠിച്ചിട്ട് ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും.